ഹൈ ഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. വീണ്ടും അടുത്ത ഒരു റിലയൻസ് രക്ഷകനായിട്ടുള്ളൊരു മാർക്കറ്റ് ദിനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. US നിന്ന് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരും. കൂടാതെ തന്നെ നാളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം, അതായത് 5:30 വരും. ആ ഒരു രീതിയിൽ വലിയ ഡേറ്റകളെല്ലാം തന്നെ വരുന്ന ഒരു അവസരത്തിൽ ഇൻഫോസിസിൻ്റെയും TCSൻ്റെയും റിസൾട്ട് വന്ന ഇന്ന് മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി തന്നെയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. വിശദമായിട്ട് മാർക്കറ്റ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നിഫ്റ്റി 21,720 ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 125 പോയിന്റ് ഫോൾ രേഖപ്പെടുത്തി. പിന്നെ വീണ്ടും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും റീഗെയിൻ ചെയ്ത് 21,669 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി 28 പോയിന്റ്, സെൻസെക്സ് 63 പോയിന്റ്, ബാങ്ക് 77 പോയിന്റിൻ്റെ റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. NSEയിൽ ഇന്ന് ഭൂരിഭാഗം കമ്പനീസും കഴിഞ്ഞ ദിവസം ക്ലോസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. NSEയിൽ 1304 കമ്പനീസ് ഗെയിനിൽ ക്ലോസ് ചെയ്തപ്പോൾ 834 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഹീറോ മോട്ടോ കോർപ്പ് 5%, ബജാജ് ഓട്ടോ 3.47%, റിലയൻസ് 2.25%. ഇന്നലെയും റിലയൻസ് 2.25% റാലി രേഖപ്പെടുത്തി, ഇന്നും റാലി രേഖപ്പെടുത്തി. ഗുജറാത്തിൽ നടക്കുന്ന ഗ്ലോബൽ സമ്മേളനത്തിൽ റിലയൻസിൻ്റെ ചെയർമാൻ ഇന്ത്യയിൽ ഏകദേശം 12 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കും എന്നുള്ളൊരു പ്രസ്താവനയും, റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷം കവിഞ്ഞു എന്നുള്ളൊരു ന്യൂസുമാണ് റിലയൻസ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രിയം ആക്കി മാറ്റിയത്. ആക്സിസ് ബാങ്ക് 1.5%, BPCL 1.5%-ന് മുകളിൽ റാലി രേഖപ്പെടുത്തി. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ഇന്ന് റിസൾട്ട് വന്ന ഇൻഫോസിസ് ആണ്. 1.25%-ന് അടുത്ത് ഡോക്ടർ റെഡ്ഡി, SBI ലൈഫ്, HVL, വിപ്രോ തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് ഒരു വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാർക്കറ്റ് ആണുള്ളത്. നമ്മളെ സംബന്ധിച്ചല്ല, ജപ്പാൻ മാർക്കറ്റിനെ സംബന്ധിച്ച് 1990 ജപ്പാൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തത്. ജപ്പാൻ മാർക്കറ്റിൻ്റെ ആ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ഇതിൽ കാണാം 1990 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഹൈ ഇന്നാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് നമുക്കത് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. 35,000 എന്ന് പറയുന്ന ആ ഒരു ഹൈ 1990 ശേഷം ഇന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇൻഡെക്സും എല്ലാ രാജ്യങ്ങൾ മേ ബി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം. പക്ഷേ അതനുസരിച്ച് അവിടുത്തെ ഇൻഡെക്സുകൾ റിയാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് ഈ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ആദ്യം ഏറ്റവും ടോപ്പിൽ ഗോൾഡാണ്. $10 പെർ ഔൺസ് എന്ന നിലയിൽ ഉയർന്ന് $2033 എന്ന നിലയിലേക്ക് അത് നിൽക്കുകയാണ്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 11 പൈസ. ബ്രന്റ് ഓയിൽ $78.12 പെർ ബാരൽ. ഇന്ന് 1.5%-ന്റെ റാലി രേഖപ്പെടുത്തി. ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു, ചൈന ഗ്രീനിലടച്ചു, കൊറിയ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 648 പോയിന്റിൻ്റെ റാലി ഉണ്ടാക്കി, ഏകദേശം 2%-ന്റെ റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3 ഫ്ലാറ്റാണ്. റഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ബിറ്റ് കോയിൻ 1600 പോയിന്റിൻ്റെ റാലി ഉണ്ടാക്കി, 47,118 ഇന്ത്യ വിക്സ് ഇന്നും 1.56% ഫോൾ ഉണ്ടാക്കി, 12.76. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായ രീതിയിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് US ഇൻഫ്ലേഷൻ ഡേറ്റ വരും. നാളെ US പ്രമുഖ 4 ബാങ്കിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ഗ്രൂപ്പ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ ബാങ്കുകളുടെ റിസൾട്ടുകൾ നാളെ വരും. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ FISൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. ഈ ഒരു മാസം തുടങ്ങിയ സമയത്ത് ആദ്യ ദിവസം തന്നെ FIS സെല്ല് ചെയ്തെങ്കിൽ കൂടിയും പിന്നീടുള്ള 4 ദിവസം FIS ബൈ ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ് വീക്ക്, കഴിഞ്ഞ വീക്ക്. എന്നാൽ ഈ ഒരു വീക്കിൽ FIS ഇന്നലെയും സെല്ലിംഗ് ആയിരുന്നു, തിങ്കളാഴ്ച സെല്ലിംഗ് ആയിരുന്നു, ഇന്നും സെല്ലിംഗ് ആണ്. ഇന്ന് 865 കോടി രൂപയ്ക്ക് FIS സെല്ല് നടത്തി. DIs 1607 കോടി രൂപയുടെ ബൈങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ കുറച്ച് ന്യൂസുകൾ ശ്രദ്ധിക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കാലിക്കട്ട്, കൊച്ചി. ഇനി ഇവിടെ 2 സ്ഥലത്തും വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും കോഴ്സ് അറ്റൻഡ് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. TCS ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനി.
നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള വെയിറ്റേജുള്ള കമ്പനിയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 2% ഉയർന്ന് 11,058 കോടി രൂപ. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2.5% ഫോള്. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ഡിവിഡൻഡാണ്. സ്പെഷ്യൽ ഡിവിഡൻഡോടുകൂടി ഒരു സ്റ്റോക്കിന് 27 രൂപയാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് 7% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാലും സ്ലൈറ്റ്ലി 1.7% ഫോൾ ഉണ്ട്. എന്നാൽ കമ്പനീനെ സംബന്ധിച്ച് ഇന്ന് സ്റ്റോക്ക് ഇടിച്ചിട്ടുണ്ട്. കമ്പനീനെ സംബന്ധിച്ച് ചെറുതായിട്ടുള്ള മറ്റൊരു ന്യൂസ് ഉള്ളത്, ഇൻസീമി ടെക്നോളജി എന്ന് പറയുന്ന ഒരു ചിപ്പ് നിർമ്മാണ കമ്പനിയിൽ ഇൻഫോസിസ് 280 കോടി രൂപയുടെ ഒരു നിക്ഷേപം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ TCSും ഇൻഫോസിസും അത്ര കെങ്കേമല്ലാത്തൊരു റിസൾട്ട് ആയി വന്നു. അടുത്തത് പോളിക്യാബ് കമ്പനി. 2 ദിവസം മുമ്പ് പോളിക്യാബിനെ കുറിച്ച് നമ്മൾ ന്യൂസിൽ പറഞ്ഞതായിരുന്നു. IT ഡിപ്പാർട്ട്മെൻറ്റ് പോളിക്യാബിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയ ന്യൂസ്. അന്ന് സ്റ്റോക്ക് 6% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ IT ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു 1000 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള കേബിൾ വയർ നിർമ്മാതാക്കളാണ് പോളിക്യാബ്. ഇന്ന് സ്റ്റോക്ക് 20% ഫോള് രേഖപ്പെടുത്തി. IPO ജ്യോതി CNC ഓട്ടോമേഷൻ കമ്പനി, ഡൽഹി കേന്ദ്രമായിട്ടുള്ള CNC മിഷൻ കമ്പനിയാണ്. അപ്പോൾ IPOയിൽ 40 മടങ്ങ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട് IPO. അപ്പോൾ IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ, അതുപോലെ തന്നെ റിസൾട്ട് കലണ്ടറെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ലഭ്യമാണ്. ആൻഡ്രോയിഡ് ആപ്പുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഗെയിൽ CLS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഗെയിലിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. അജ്മീറ റിയാലിറ്റി കമ്പനി ഇന്ന് സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആണ്. 10% റാലി രേഖപ്പെടുത്തി. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാലിറ്റി മേഖല. ക്രെഡായി എന്ന് പറയുന്ന റിയാലിറ്റി അസോസിയേഷൻ ഇന്ത്യയിൽ ഏകദേശം 90 മില്യൺ പുതിയ പാർപ്പിട ആവശ്യകത ഇന്ത്യയിൽ കാണുന്നു. കൂടാതെ തന്നെ ഈ ഫ്ലാറ്റിനെല്ലാം തന്നെ വില 6% ഇയർ ഓൺ ഇയർ വർദ്ധിക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ ന്യൂസ് കണ്ട ആളുകൾക്ക് അറിയാം. കല്യാൺ സ്റ്റീൽ 2 ദിവസം മുമ്പ് നമ്മൾ ന്യൂസിൽ പറഞ്ഞതായിട്ടുള്ള ന്യൂസാണ്. 450 കോടി രൂപക്ക് കമനേനി സ്റ്റീലിനെ അക്യൂർ ചെയ്ത ന്യൂസ്. തെലങ്കാനയിൽ സ്റ്റോക്ക് ഇന്ന് 15% റാലിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. M&M ഇവരുടെ XUV 400 EV Pro ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. സ്പൈസ് ജെറ്റ് ലോജിസ്റ്റിക് കമ്പനിയായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർ എയർ ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. കോഫോർജ് കമ്പനിയുടെ പേര് അവിടെ കാണുന്നുണ്ടാവില്ല. കോഫോർജ് കമ്പനീനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്. മോർഗൻ സ്റ്റാൻലി 17% ഒരു അപ്സൈഡ് കോഫോർജ് കമ്പനിയിൽ കാണുന്നുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെട്ടു. കോഫോർജിൻ്റെ പേര് അവിടെ ഇല്ല. കോഫോർജ് ആണ് അടുത്ത ഒരു മിസ്സിംഗ് ആയിട്ടുള്ളത്. നിക്വിസ് കോർപ്പ് കമ്പനി, ഇവർ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു. JHCL ടെക്സ്റ്റൈൽ കമ്പനി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ടൊരു പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. 5 പൈസ ക്യാപിറ്റൽ റിസൾട്ട് വന്നു. 11 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. തോമസ് കുക്ക് കമ്പനി ഈ ഒരു ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. COTC എന്ന് പറയുന്ന കമ്പനിയായിട്ട് ആളുകൾക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ഓഫറുകളെല്ലാം തന്നെ കമ്പനി പ്രഖ്യാപിച്ചു. ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC AMCയുടെ റിസൾട്ട് വന്നു. കമ്പനി 370 കോടി രൂപയിൽ നിന്ന് 480 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. കൂടാതെ തന്നെ കമ്പനിയുടെ മൊത്തം കൈകാര്യം ചെയ്യുന്ന പണത്തിൻ്റെ മൂല്യം 5.2 ട്രില്യണിൽ നിന്ന് 5.5 ട്രില്യണിലേക്ക് ഉയർത്തി എന്നുള്ളൊരു ന്യൂസാണ്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. താങ്ക് യു. ബൈ ഓൾ.